നമ്മുടെ സ്റ്റോം ബ്രേക്കറും മിയോൾനറും ഇല്ലേ നമ്മുടെ തോറിന് പവേഴ്സ് ഒന്നും ഇല്ലെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ തോറും വിശ്വസിച്ചുകൊണ്ടിരുന്നത് ആയുധങ്ങളിലാണ് തൻ്റെ ശക്തി ഇരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഹെലയുടെ നേരെ ചുറ്റിക വലിച്ചെറിയുന്നത്. പിന്നെ ഹെലയാണെങ്കിൽ ചുറ്റിക നശിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് തോറിന് മനസ്സിൽ തോന്നിയത് ഇതൊരുമാതിരി കോണകം പോകുന്ന പരിപാടിയായിപ്പോയി, ഒരാവശ്യമില്ലായിരുന്നു, എന്തിനോ ഞാൻ മിയോളിനെ എടുത്തെറിഞ്ഞു, അത് അവൾ പൊട്ടിച്ചും കളഞ്ഞ്, ഇനി അവളുടെ ഇടി മൊത്തം കൊള്ളണമെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സീൻ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ തോറിനെ കാണിക്കുന്നത് ഹൾക്കിൻ്റെ ഇടി കൊണ്ട് മുള്ളുന്നതാണ്. ഹൾക്ക് ഇടിച്ച് മുള്ളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് തോറ് ഞാൻ ദൃഷ്ടി വന്നത്. ഞാൻ ആയുധങ്ങളുടെ ദേവനല്ല, ഇടിമിന്നലിൻ്റെ ദേവനാണെന്ന് പറഞ്ഞിട്ടാണ് ഹൾക്കിനെ ഇലക്ട്രിക് അടിച്ച് തെറിപ്പിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് നമ്മുടെ ഹൾക്കിനെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടല്ല, ഇലക്ട്രിക് ആയതുകൊണ്ടാണ് നമ്മുടെ ഹൾക്കിനെ ഇടിച്ച് തെറിപ്പിച്ചത്. അതിനുശേഷം നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇലക്ട്രിക് ഉപയോഗിച്ചിട്ടാണല്ലോ, കാരണം ഇലക്ട്രിക് ഹൾക്കിന് വീക്ക്നെസ് ആണ്. അതിനുശേഷമാണ് നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പം നമ്മുടെ തോറിൻ്റെ പ്രധാനപ്പെട്ട പവേഴ്സ് എന്ന് പറയുന്നത് ആയുധങ്ങളിലൊന്നുമല്ല, കാരണം ആയുധങ്ങളില്ലെങ്കിൽ പോലും നമ്മുടെ തോറ് യുദ്ധങ്ങൾ ജയിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ആയുധങ്ങളല്ല നമ്മുടെ തോറിൻ്റെ പവേഴ്സ്, തോറ് തന്നെയാണ്. അത് തോറ് മനസ്സിലാക്കുന്ന സമയത്താണ് തോറിന് പവേഴ്സ് വരുന്നത്.